Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nastahdihi wa nu'minu bihi wa natawakkalu alayhi wa na'udzu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fahuwal muhtadi wa man yudlil falan tajida lahu waliyyan murshida. Ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna nabiyyana Muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqq liyudhhirahu 'ala ad-dini kullihi walau karihal mushrikun. Allahumma salli 'ala rasulika sayyidina Muhammad wa 'ala ali sayyidina Muhammad kama sallaita 'ala Ibrahim wa ali Ibrahim wa barik 'ala Muhammadin wa ali Muhammad kama barakta 'ala Ibrahim wa ali Ibrahim innaka Hamidum Majid. Ya ayyuhalladzina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. A'udzu billahi minasy syaithanir rajim. Bismillahir rahmanir rahim. Wa huwal ladzi kaffa aydiyahum 'ankum wa aydiyakum 'anhum bi batni Makkah min ba'di an alfarakum 'alaihim wa kana Allahu bima ta'maluna basira. സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൽ സൂക്ഷ്മതയും ശ്രദ്ധയും പുലർത്തണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുൽഖഅദ് മാസത്തിൽ വളരെ പ്രധാനമായി ഉണ്ടായിട്ടുള്ളൊരു ചരിത്ര സംഭവമാണ് ഹുദൈബിയ സന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രവാചക ജീവിതത്തിലെ വലിയ ഒരധ്യായം. ഒരുപക്ഷേ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ആധ്യാത്മികമായ ഒരു വിപ്ലവം എന്ന് വേണമെങ്കിൽ ഹുദൈബിയയെ പറയാം. പക്ഷേ വളരെ ഖേദകരമെന്ന് പറയട്ടെ, ഹുദൈബിയ സന്ധിയെ ഒരു ആധ്യാത്മികമായ ചലനമായിട്ടല്ല, ഒരു രാഷ്ട്രീയമായ നീക്കമായിട്ടാണ് വായിച്ചിട്ടുള്ളത്. ചരിത്രത്തിലെമ്പാടും നമുക്ക് കാണാൻ കഴിയുന്നത് ഹുദൈബിയ സന്ധി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു നീക്കമായിരുന്നു എന്നാണ്, ഒരു രാഷ്ട്രീയ ഇടപെടലായിരുന്നു എന്നാണ്. എന്താണ് ഹുദൈബിയ സന്ധി എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നിട്ട് 6 വർഷമായി. അങ്ങനെ ഹിജ്റയുടെ 6-ാം വർഷം പ്രവാചകന് ഒന്ന് മക്കയിൽ പോകണമെന്നും ഉംറ നിർവഹിക്കണമെന്നും ആശയുണ്ടായി. അങ്ങനെ പ്രവാചകൻ താൻ ഉംറക്ക് പോവുകയാണ് എന്ന് വിളംബരപ്പെടുത്തി. അങ്ങനെ പ്രവാചകൻ്റെ കൂടെ തീർത്ഥാടനത്തിന് വേണ്ടി പോകാൻ മക്കയിൽ നിന്ന് വന്നവരും മദീനക്കാരായിട്ടുള്ളവരും പുറമെ നിന്നുള്ളവരുമായിട്ടുള്ള ശിഷ്യന്മാർ പലരും ഒത്തുകൂടി. അങ്ങനെ 1000-ഓളം ആളുകൾ, വ്യത്യസ്തങ്ങളായ കണക്കുകളുണ്ട്, 1000-ഓളം ആളുകൾ എന്ന് സാമാന്യേന പറയാം. 1000-ഓളം ആളുകൾ പ്രവാചകനോടൊപ്പം ദുൽഖഅദ മാസത്തിൽ മക്കയിലേക്ക് ഉംറ നിർവഹിക്കുന്നതിനായി തീർത്ഥാടനത്തിന് പുറപ്പെട്ടു. അവിചാരിതമായി സംഭവിച്ചതാണോ അല്ലേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രവാചകന്റെ ജീവിതത്തിൽ നിർവഹിച്ചിട്ടുള്ള എല്ലാ ഉംറകളും ദുൽഖഅദ് മാസത്തിലായിരുന്നു. അത് എങ്ങനെയാണ് സംഭവിച്ചതെന്നറിയില്ല. അവിചാരിതമാണോ അതല്ല വിചാരിതമാണോ എന്നൊന്നും അറിയില്ല. എല്ലാ ഉംറകളും ദുൽഖഅദ മാസത്തിലാണ് സംഭവിച്ചത്. അപ്പോൾ മദീനയിൽ നിന്ന് ഇങ്ങനെ 1000-ഓളം വരുന്ന ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ നേരിട്ട് പറയാമോ എന്നറിയില്ല. കാരണം പ്രവാചകനെ കേട്ടവരുണ്ട്, പ്രവാചകനെ കുറിച്ച് അറിഞ്ഞു വന്നവരുണ്ട്, പ്രവാചകൻ്റെ സാക്ഷാൽ ശിഷ്യന്മാരുണ്ട്, അല്ലാത്തവരൊക്കെ ഉണ്ട് കൂട്ടത്തിൽ. അങ്ങനെ 1000-ഓളം വരുന്ന ഒരു വലിയ സംഖ്യ ആളുകളുമായിട്ടാണ് പ്രവാചകൻ തീർത്ഥാടനത്തിന് പുറപ്പെടുന്നത്. അതിൽ പലവിധ ഉദ്ദേശങ്ങളുള്ളവരുമുണ്ട്. ഒന്ന്, തങ്ങൾ ജനിച്ചു വളർന്ന് കളിച്ചു വളർന്ന മക്ക വീണ്ടും ഒന്ന് കാണാനുള്ള മോഹം കൊണ്ടുപോകുന്ന പഴയ മക്കാരുണ്ട്. പ്രവാചകനോടൊപ്പം യാത്ര ചെയ്യാനുള്ള കൊതി കൊണ്ടുവന്ന ആളുകളുണ്ട്. ഒരു വ്യത്യസ്തമായ അനുഭവം പങ്കുവെക്കുക എന്നുള്ള അർത്ഥത്തിൽ വന്നവരൊക്കെ അക്കൂട്ടത്തിലുണ്ട്. അതായത് എല്ലാവരും പ്രവാചകന്റെ ഡിസൈപ്പിളോ പ്രവാചകനെ ആ അർത്ഥത്തിൽ പിന്തുടരുന്നവരോ അല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ അവരെല്ലാവരും വളരെ ആധ്യാത്മികമായ ഒരു ആഹ്ലാദത്തോടെ പ്രവാചകനോടൊപ്പം മക്കയിലേക്ക് പുറപ്പെടുകയാണ്. വളരെ പതുക്കെയുള്ള യാത്രയാണ്. ഒട്ടകപ്പുറത്താണെങ്കിലും
കുതിരപ്പുറത്താണെങ്കിലും ഒക്കെയുള്ള വളരെ പതുക്കെയുള്ള യാത്ര. അങ്ങനെ ദിവസങ്ങളെടുത്ത് അവർ മക്കയിലെത്തി. മക്കയുടെ ഏതാണ്ട് ഒരു അതിർത്തി പ്രദേശം എന്ന് പറയാവുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഹുദൈബിയ. അതൊരു പ്രദേശത്തിൻ്റെ പേരാണ് ഹുദൈബിയ എന്ന് പറയുന്നത്. ഒരു മലഞ്ചെരുവ്. മക്ക എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാവുന്നത് പോലെ വളരെ വരണ്ട ഒരു പ്രദേശമാണ്. കൽപ്പാറകൾ, കൽമലകളുള്ള, വലിയ പാറമലകളുള്ള വരണ്ട ഒരു പ്രദേശമാണ് മക്ക. ആകർഷണീയമായിട്ട് ഭൗതികമായ ഒന്നും മക്കയിലില്ല. ചൂട് കൊണ്ട് തപിച്ചു നിൽക്കുന്ന മലകളാൽ ചുറ്റപ്പെട്ട ഒരു താഴ്വരയാണത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഹുദൈബിയ. മദീനയിൽ നിന്ന് വരുമ്പോൾ അതുവഴി വരാം. അങ്ങനെ ഹുദൈബിയയിലെത്തി അവിടെ പ്രവാചകനും സംഘവും ഒക്കെ വിശ്രമിച്ച് പിറ്റേന്ന് മക്കയിലേക്ക് പ്രവേശിക്കാമെന്ന മട്ടിൽ നിൽക്കുമ്പോഴാണ് ഖുറൈശി പ്രമുഖരായിട്ടുള്ള ഗോത്ര നേതാക്കളായിട്ടുള്ള അബൂ സുഫിയാനും സംഘവും വന്നിട്ട് പ്രവാചകനോട് പറയുന്നത്, മക്കയിലേക്ക് പ്രവേശിക്കരുത്, കലാപം ഉണ്ടാകും, നിങ്ങൾ തിരിച്ചു പോകണം. ഇതാണ് സംഭവത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത്. ഒരു ദേവാലയത്തിലേക്ക് എല്ലാ ജനങ്ങളും എല്ലായിടത്തു നിന്നും പല കാലത്തും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദേവാലയത്തിലേക്ക് തീർത്ഥാടനത്തിന് വേണ്ടി മുഹമ്മദ് നബിയും സംഘവും വന്നപ്പോൾ യാതൊരു പ്രകോപനവുമില്ലാതെ അബൂ സുഫിയാൻ, ഈ അബൂ സുഫിയാനാണ് കേട്ടോ പിന്നീട് റളിയല്ലാഹു അൻഹുവായി മാറി നമ്മളൊക്കെ തലയിലെടുത്ത് വെക്കുന്ന കക്ഷി, ഇയാൾ വന്നിട്ട് പ്രവാചകനോട് പറയുന്നത് മക്കയിലേക്ക് പ്രവേശിക്കരുത്, നിങ്ങൾ തിരിച്ചു പോകണം എന്നാണ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഞങ്ങൾ വന്നിരിക്കുന്നത് ഇന്നാ ജീന മുഅ്തമിരീൻ, ഞങ്ങൾ ഉംറ തീർത്ഥാടകരായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് വേറൊരു ഉദ്ദേശമില്ല ഈ നാട് പിടിച്ചെടുക്കണമെന്നോ അല്ലെങ്കിൽ ഇവിടെ താമസിക്കണമെന്നോ. ഞങ്ങൾ ഉംറയും കഴിഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടി വന്നവരാണ്. പക്ഷേ ഇതൊന്നും അവർക്ക് ബാധകമായിരുന്നില്ല. അവർ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോകണം, വേണമെങ്കിൽ അടുത്ത വർഷം വന്നുള്ളൂ. അവരുടെ ഒരു ഔദാര്യം എന്ന നിലക്ക് പറഞ്ഞു. ഇവിടെ വളരെ വൈകാരികമായ അന്തരീക്ഷമാണ്. കാരണം ഒരു ആരാധന ഒരു കാരണമില്ലാതെ അന്യായമായി ആരാധന തടസ്സപ്പെടുത്തുന്നു, തിരിച്ചു പോകാൻ പറയുന്നു. തങ്ങളുടെ നാട്, പിന്നെ തങ്ങൾ പരിപാലിച്ചിരുന്ന ഭവനം ഇങ്ങോട്ടൊക്കെ വന്നപ്പോൾ തടഞ്ഞ് തിരിച്ചു പോകാനാണ് പറയുന്നത്. വളരെ വൈകാരികമായൊരു അന്തരീക്ഷം. ഇവിടെ ഈ വന്നവരോ എല്ലാം ഗോത്രജന വിഭാഗങ്ങളാണ്. അനങ്ങിയാൽ വിട്ട്, കുത്ത്, യുദ്ധം, കൊല, ഇതൊക്കെയാണ് അവർക്ക് ആകെപ്പാടെ അറിയാവുന്ന കലാപരിപാടികൾ. ഇതൊക്കെയാണുള്ളത്. പ്രവാചകൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടൊരു തീരുമാനം എടുക്കുന്നു. വലിയ കൂടിയാലോചനകളൊന്നും ഉണ്ടായില്ല. കാരണം കൂടിയാലോചിക്കേണ്ട സമയമല്ലെന്ന് പ്രവാചകന് നന്നായിട്ട് അറിയാം. പ്രവാചകൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടൊരു തീരുമാനം എടുക്കുന്നു, ഞങ്ങൾ തിരിച്ചു പോയിക്കൊള്ളാം, നിരുപാധികം. ഇത് വന്നവരെ പോലും ഞെട്ടിച്ചു കളഞ്ഞു. ഈ നിങ്ങൾ തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് പ്രവാചകനെ സമീപിച്ച ആളുകളെ പോലും ഞെട്ടിച്ചു കളഞ്ഞു പ്രവാചകന്റെ തീരുമാനം, ഞങ്ങൾ തിരിച്ചു പോയിക്കൊള്ളാം. ഇവിടെയാണ് ഒരു ഗുരു ആരാണ്, എന്താണ് എന്ന് ലോകം അറിയുന്നത്. ഭയങ്കര പ്രശ്നമുണ്ടായി. ഉമർ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ നബിയല്ലേ? ആ, ഞാൻ നബിയാണ്. അള്ളാന്റെ ദൂതനല്ലേ? അതെ, അള്ളാന്റെ ദൂതനാണ്. നമ്മൾ സത്യവഴിയിലല്ലേ? അത് സത്യവഴിയിലാണ്. പിന്നെ എന്തിനാണ് ഈ കീഴടങ്ങൽ? ഉമർ വന്നിട്ട് ചോദിക്കുന്നു, നമുക്ക് യുദ്ധം ചെയ്തൂടെ? എല്ലാവർക്കും അങ്ങ് മരിക്കാം, യുദ്ധം ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് ഉമർ. ആളുകളൊക്കെ വന്നിട്ട് പലതും ഇങ്ങനെ ചോദിക്കുകയാണ്. ചില മൂലക്ക് പോയി പൊട്ടിക്കരയുന്നു, ചിലർ മൗനികളായി പോകുന്നു, ചിലർ മുറുമുറുക്കുന്നു, ചിലർ പ്രത്യക്ഷമായി പ്രതിഷേധം അറിയിക്കുന്നു. പല തലങ്ങളുണ്ടായി അവിടെ. പ്രവാചകൻ നിസ്സംഗനായി, നിർമ്മമനായി, ശാന്തമായി ഒരു ചെറു പുഞ്ചിരിയോടെ തൻ്റെ കൂടാരത്തിനകത്തിരിക്കുന്നു, തൻ്റെ ടെന്റിനകത്ത്. ഒന്നും പ്രതികരിക്കുന്നില്ല. പലരും പല വിധത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ. പ്രവാചകനെ ഇതൊന്നും ബാധിക്കുന്നില്ല. ഇത് പിന്നെ പ്രവാചകൻ, ഇദ്ദേഹം നബിയൊന്നും അല്ല, നബിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യോ എന്നൊക്കെ ചോദിക്കുന്ന തലം വരെ ഉണ്ടായി. അങ്ങ് ആ അർത്ഥത്തിൽ വരെ ഉണ്ടായി. ഒന്നും പറഞ്ഞില്ല പ്രവാചകൻ. ഇപ്പൊ ഖുറൈശി നേതാക്കൾ പറഞ്ഞു, അവർക്ക് അപകടം മണത്തു. അവർ പറഞ്ഞു, നമുക്ക് ഒരു സന്ധി സംഭാഷണമാകാം. പ്രവാചകൻ പറഞ്ഞു, ആയിക്കോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ സന്ധി സംഭാഷണത്തിന് തയ്യാറായി. അതിനിടയിൽ പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മക്കയിലേക്ക് പോകുന്നു, അവരുമായിട്ട് ചർച്ച നടത്തുന്നു, അങ്ങനെ പലതും ഉണ്ടായി. പ്രവാചകൻ പറഞ്ഞു, ആയിക്കോട്ടെ, എഴുതാം. അപ്പോൾ സന്ധി സംഭാഷണത്തിന് വന്നു. സുഹൈലിനെ പ്രതിനിധിയായി നിശ്ചയിച്ചു അവര് പ്രവാചകന്. ഇപ്പോൾ പ്രവാചകൻ പറഞ്ഞു, എന്താ എഴുതേണ്ടത്? അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ പറയും. റസൂൽ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി തുടങ്ങാം. അവർ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കുന്നില്ല, ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതാം. നബി പറഞ്ഞു, ആയിക്കോട്ടെ, അങ്ങനെ എഴുതാം. എല്ലാം സമ്മതം. പിന്നെ അടുത്തത് എന്താണ് എഴുതേണ്ടത്? റസൂൽ പറഞ്ഞു, അള്ളാന്റെ ദൂതനായ മുഹമ്മദ് നബിയും സുഹൈലും
തമ്മിലുണ്ടാക്കിയ കരാർ. അപ്പോൾ സുഹൈൽ പറഞ്ഞു, നിങ്ങൾ അള്ളാന്റെ ദൂതനാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരണ്ടോ? അതുകൊണ്ട് അബ്ദുല്ലാന്റെ മകൻ മുഹമ്മദും സുഹൈലും തമ്മിലുള്ള കരാർ എന്ന് എഴുതണം. നബി പറഞ്ഞു സമ്മതം. അതും എഴുതി. അള്ളാന്റെ ദൂതനാണെന്നുള്ളത് മാറ്റി അബ്ദുല്ലാന്റെ മകൻ മുഹമ്മദ് എന്ന് എഴുതി. ഇത് എഴുതിക്കൊണ്ടിരുന്ന അലിക്ക് പോലും പ്രയാസം. അലി പറഞ്ഞു ഞാനിത് എഴുതൂല. നബി പറഞ്ഞു ഞാൻ എഴുതിക്കൊള്ളാം. അക്ഷരാഭ്യാസമില്ലാത്ത മുഹമ്മദ് എന്ന് ബുഖാരി പറഞ്ഞ മുഹമ്മദ് നബി പറയുന്നത് ഞാൻ എഴുതിക്കൊള്ളാം. അങ്ങനെ പ്രവാചകനാണ് പിന്നീട് എഴുതുന്നത്. അങ്ങനെ എല്ലാം സമ്മതം. കീഴടങ്ങൽ കീഴടങ്ങൽ കീഴടങ്ങൽ, വിട്ടുകൊടുക്കൽ, വിട്ടുവീഴ്ച. പ്രവാചകൻ ഓരോന്നോരോന്ന് അവർ പറയുന്നതൊക്കെ സമ്മതിക്കുന്നു. ആരും ഇവിടുന്ന് മദീനയിലേക്ക് വരരുത്, മദീനയിലേക്ക് വന്നാൽ നിങ്ങൾ വിട്ടയക്കണം. ഓ സമ്മതം. മദീനയിൽ നിന്ന് ആരും മക്കയിലേക്ക് വരരുത്, മക്കയിൽ വന്നാൽ ഞങ്ങൾ പിടിച്ചു വെക്കും. ഓ സമ്മതം. അവർ പറയുന്നതൊക്കെ പ്രവാചകന് സമ്മതം. ഉപാധികളൊക്കെ നിങ്ങൾ പറയൂ, സമ്മതം. കീഴടങ്ങലിൻ്റെ ഒരു പൂർണ്ണമായ രീതിശാസ്ത്രം. ഇത് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് ചൗരി ചൗര എന്ന് പറയുന്ന പ്രദേശത്ത് ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ കത്തിക്കുന്നുണ്ട്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പ്രഖ്യാപിച്ചു 20കളിൽ. അങ്ങനെ നാട് മുഴുവനും നിസ്സഹകരണ പ്രസ്ഥാനം കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സമരം കത്തിപ്പടരുന്നു. നാട് മുഴുവനും നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകുന്നു. കോളേജ് കുട്ടികൾ കോളേജ് വിട്ടിറങ്ങുന്നു. വീട്ടമ്മമാർ പോലും പങ്കെടുക്കുന്നു. ഈ സന്ദർഭത്തിലാണ് ചൗരി ചൗര എന്ന് പറയുന്ന പ്രദേശത്ത് നാട്ടുകാരൊക്കെ കൂടി കുറെ ജനക്കൂട്ടം ഒന്നിച്ചു വന്ന് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പോലീസുകാരെ ചുട്ടുകൊല്ലുന്നത്. ഗാന്ധിജി ഇതറിയുന്നു. ഗാന്ധിജി പറഞ്ഞു സമരം നിർത്തിവെച്ചിരിക്കുന്നു. സമരം നിർത്തിവെച്ചിരിക്കുന്നു, ഇനി ഒരു കുട്ടിയും സമരം ചെയ്യരുത്. നെഹ്റു പറഞ്ഞു ഇത് പരാജയമാണ്. സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു ഇത് നിരുപാധികമായ കീഴടങ്ങലാണ്, ഇത് തോറ്റു പിന്മാറലാണ്, ഗാന്ധിജിയെ എന്തിനു കൊള്ളാം. ഗാന്ധി പറഞ്ഞു ഇല്ല, ഇനി സമരമില്ല. അങ്ങനെ നാട് മുഴുവനും കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന നിസ്സഹകരണ പ്രസ്ഥാനം ഒരൊറ്റ ദിവസം ഗാന്ധിജി പിൻവലിച്ചു. വെള്ളത്തിൽ മുങ്ങിയ പോലെയായി, അനക്കമില്ല. പക്ഷേ ആ നിസ്സഹകരണ പ്രസ്ഥാനം അന്ന് പിൻവലിച്ചത് ഗാന്ധിജിയുടെ ആശയപരമായ അടിത്തറ എത്രമേൽ ശക്തമാണ് എന്ന് ഇന്ത്യയെ ബോധ്യപ്പെടുത്തി കൊടുത്ത സംഭവമാണ്. ആ പിൻവാങ്ങലായിരുന്നു, ആ കീഴടങ്ങലായിരുന്നു, ആ നിർത്തിവെക്കലായിരുന്നു പിന്നീട് ഗാന്ധിജി എന്ന് പറയുന്ന ഒരു ആദർശ പുരുഷനെ ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കി കൊടുത്ത സംഭവം. ഇത് ചരിത്രത്തിൽ നമുക്കങ്ങനെ ചിലയിടങ്ങളിലൊക്കെ കാണാൻ പറ്റും. അത്തരത്തിലൊന്നായിരുന്നു ഹുദൈബിയ സന്ധി. മുഹമ്മദ് നബി എല്ലാം സമ്മതിച്ച്, അവർ പറയുന്നതൊക്കെ സമ്മതിച്ച് എഴുതി, വരൂ നമുക്ക് പോകാം എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വരുമ്പോഴുള്ള ആരവങ്ങളൊന്നുമില്ല, ഇങ്ങോട്ട് വരുമ്പോഴുള്ള ആഹ്ലാദമില്ല. എല്ലാവരും മൗനിയായിട്ടാണ് പോകുന്നത്. ആരും ആരോടും മിണ്ടുന്നില്ല. നമ്മുടെ പ്രവാചകൻ എന്തിനിങ്ങനെ കീഴടങ്ങി, ഇങ്ങനെ ഒരു നേതാവ് നമുക്ക് എന്തിന് എന്നൊക്കെയായിരുന്നു പലരുടെയും ചിന്ത. പക്ഷേ പ്രവാചകൻ ലോകത്തെ ഒരു പാഠം പഠിപ്പിക്കുകയായിരുന്നു. ആ ഒരു ഹുദൈബിയ സന്ധിയാണ് വിമോചനത്തിന്റെ വാതിൽ തുറന്നത്. ആ ഹുദൈബിയ സന്ധിയാണ് പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം പ്രവാചകനെ മക്കയിലേക്ക് ക്ഷണിച്ചത്. ആ ഒരു ഹുദൈബിയ സന്ധിയാണ് മുഹമ്മദ് ആര് എന്നറിയാൻ പുതിയ തലമുറയെ പ്രേരിപ്പിച്ചത്. ഹുദൈബിയ സന്ധിക്ക് ശേഷം മക്കയിൽ എന്തുണ്ടായെന്നറിയോ? മക്കയിലെ യുവത മുഴുവനും പരസ്പരം ചർച്ച ചെയ്യാൻ തുടങ്ങി. എന്നാലും മുഹമ്മദ് ഇവിടം വരെ വന്നിട്ട് നമ്മൾ തടഞ്ഞിട്ട് ഒരു വാക്കുമുണ്ടാതെ പോയില്ലേ? അപ്പോൾ അദ്ദേഹം ചെറിയ ആളല്ല, ചില്ലറക്കാരനല്ല, നമുക്കൊന്ന് പഠിക്കണമല്ലോ. അങ്ങനെയാണ് ചെറുപ്പക്കാരെ പഠിക്കാൻ തുടങ്ങിയത്. പിന്നെ മദീനയിലേക്ക് പോയത്, അങ്ങ് മക്കയിലേക്ക് വരണമെന്ന് പറഞ്ഞത്. അറബികൾക്ക് ആ ശൈലി അറിയില്ലായിരുന്നു. വിട്ടുവീഴ്ചയുടെ, പുറത്തു കൊടുക്കലിന്റെ, പിൻവാങ്ങലിന്റെ ശൈലി അറബികൾക്കറിയില്ല. അവരും യുദ്ധം ചെയ്യുക, കൊല്ലുക, മരിക്കുക, നശിക്കുക, നശിപ്പിക്കുക, ഇത് മാത്രമാണ് ആ അറേബ്യൻ ഗോത്രജനതയ്ക്ക് അറിയാമായിരുന്നത്. ആ ഒരു ജനതയാണ് പ്രവാചകൻ വിട്ടുവീഴ്ചയുടെ, പ്രശാന്തതയുടെ, കാരുണ്യത്തിന്റെ, പിൻവാങ്ങലിന്റെ, തോറ്റുകൊടുക്കലിന്റെ ശൈലി പഠിപ്പിക്കുന്നത്. തോറ്റുകൊടുക്കുക എന്ന് പറഞ്ഞാൽ വിജയിക്കുക എന്നാണ് അർത്ഥമെന്ന് പ്രവാചകൻ അവരെ പഠിപ്പിച്ചു, ലോകത്തെ പഠിപ്പിച്ചു. അങ്ങനെ മുഹമ്മദ് നബി എല്ലാം എഴുതി, അവർ പറയുന്നതൊക്കെ സമ്മതിച്ച്, അതിൻ്റെ താഴെ എവിടെയൊക്കെ ഒപ്പിടണോ അവിടെയൊക്കെ ഒപ്പിട്ട് കൊടുത്ത് നബി മക്കയിലേക്ക് പോയി. ഇവരെല്ലാം കൂടെ പോയി. നബി പറഞ്ഞു, കാലം, വിട്ടുവീഴ്ചയുടെ ശരി കാലം നമ്മെ തെളിയിക്കും, കാലം നമ്മെ പഠിപ്പിക്കും. അത് പഠിപ്പിച്ചു. 2 വർഷങ്ങൾക്ക് ശേഷം മുഹമ്മദ് നബി വന്നു. അന്നവിടെ പോരാടാൻ നിന്നിരുന്നുവെങ്കിൽ, അന്ന് പ്രവാചകൻ അവരോട് പകരം ചോദിച്ചിരുന്നെങ്കിൽ, ഞങ്ങൾ പോകില്ല, ഞങ്ങൾ ഉംറ ചെയ്തിട്ടേ പോകുള്ളൂ എന്ന് വാശി പിടിച്ചിരുന്നെങ്കിൽ, ഒരുപക്ഷേ ലോകത്തിന്റെ ഗതി, ഇസ്ലാമിന്റെ ഗതി മറ്റൊന്നായി തീരുമായിരുന്നു. പ്രവാചകൻ അങ്ങനെ തോറ്റു പിൻവാങ്ങി മദീനയിലേക്ക് തിരികെ പോയി. വിമോചനം എന്ന് പറയുന്നത്, ഈ ചരിത്രത്തിൽ നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു പാഠം, വിമോചനം എന്ന് പറയുന്നത്
സ്വന്തത്തെ കൊല്ലലിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. സ്വന്തത്തെ കൊല്ലുക. വഖ്തുലു അൻഫുസക്കും തൂബു ഇലാ ബാരിഇക്കും. നിങ്ങൾ നിങ്ങളെ ഹനിക്കണം, നിങ്ങൾ നിങ്ങളെ കൊല്ലണം. ഞാനെന്ന ഭാവത്തെ, ഞാനെന്ന ബോധത്തെ, സമുദായം എന്ന ഭാവത്തെ, ഞങ്ങളെന്ന ഭാവത്തെ, സംഘബോധം എന്ന ആ ഉള്ളിലുള്ള അഹങ്കാരത്തെ കൊന്ന് വിനയത്തിന്റെ താഴേ തട്ടിലേക്ക് ഇറങ്ങി വന്നാൽ മാത്രമേ വിമോചനത്തിന്റെ പാത തുറക്കുകയുള്ളൂ എന്നാണ് ഹുദൈബിയ സന്ധി പഠിപ്പിക്കുന്നത്. അതൊരു രാഷ്ട്രീയമായ ഡിപ്ലോമസി ആയിരുന്നില്ല. അങ്ങനെയാണ് പ്രവാചകന്റെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു നീക്കം, രാഷ്ട്രീയമായൊരു തന്ത്രം. എന്നിട്ട് പ്രവാചകൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ വിജയം, ഇങ്ങനെയൊക്കെയാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. പ്രവാചകൻ എന്ന് പറയുന്ന മഹാഗുരുവിനെ കേവലം ഒരു പൊളിറ്റിക്കൽ ലീഡറായി കണ്ട് പ്രവാചകന്റെ ആദർശത്തെ ഒരു പൊളിറ്റിക്കൽ പെർഫോമൻസായി മനസ്സിലാക്കിയിട്ട് വിശദീകരിക്കുന്നത് എത്രമേൽ വങ്കത്വമാണ്, എത്രമേൽ ചുരുങ്ങിയ കാഴ്ചപ്പാടാണത്. പ്രവാചകൻ ഒരു പൊളിറ്റിക്കൽ ലീഡറല്ല, പ്രവാചകൻ ഒരു രാഷ്ട്ര നേതാവല്ല, പ്രവാചകൻ ഒരു ഭരണാധികാരിയല്ല, പ്രവാചകൻ വിശ്വഗുരുവാണ്. ആ വിശ്വഗുരു ലോകത്തെ പഠിപ്പിച്ച ആധ്യാത്മികമായ ഒരു വിപ്ലവ പാഠമാണ് ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത്. നമ്മുടെ ഒക്കെ ഉള്ളിലുണ്ട് ഈ സംഘർഷം. നമ്മളൊക്കെ നമ്മുടെ വീടകങ്ങളിൽ, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മൾ കയറി ചെല്ലുന്ന ഓരോ ഇടങ്ങളിലും ഈ ഏറ്റുമുട്ടലുണ്ടാകുന്നുണ്ട്. അവിടങ്ങളിലൊക്കെ പ്രവാചകൻ പറയുന്നത് കീഴടങ്ങുക എന്നാണ്, വിട്ടുകൊടുക്കുക എന്നാണ്, തോറ്റുകൊടുക്കുക എന്നാണ്. അങ്ങനെ തോറ്റുകൊടുക്കുമ്പോൾ യേശുവിൻ്റെ അവസാന നാളുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതിയുണ്ട്. ആ തോട്ടത്തിൽ യേശു ഈസാ നബി ഇരിക്കുകയാണ്. ശിഷ്യന്മാരുണ്ട്, പത്രോസുണ്ട്. അവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സൈന്യം വരുന്നത് പിടികൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പത്രോസ് വാളൂരി എന്നിട്ട് പറഞ്ഞു, ഗുരു നമുക്ക് മരിക്കാം, ഇവരെ നമുക്ക് കൊല്ലാം. അങ്ങനെ പത്രോസ് വാള് വീശുമ്പോൾ സൈനികരിൽ ഒരാളുടെ ചെവിയിൽ തട്ടി ചെവി മുറിഞ്ഞു. യേശു വാള് അടക്കി വെക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ സൈനികനെ വിളിച്ചിട്ട് ആ ചെവിയിൽ മരുന്ന് വെച്ച് ശുശ്രൂഷിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ വന്നത്? ഞങ്ങൾക്ക് യേശുവിനെ വേണം പിടികൂടാൻ. യേശുവിനോടാണ് പറയുന്നത്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്നും ചെയ്യരുത്, അവരവരുടെ ഡ്യൂട്ടിയാണ് നിർവഹിക്കുന്നത്, അവരുടെ ജോലിയാണ് അവർ നിർവഹിക്കുന്നത്, അവർ പാവങ്ങളാണ്, അവരോട് യുദ്ധം ചെയ്യരുത്. ഈ വിട്ടുവീഴ്ചയുടെ കീഴടങ്ങലിന്റെ തത്വശാസ്ത്രത്തെയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. അങ്കുലീമാലൻ എന്ന് പറയുന്ന ഒരു ശിഷ്യനുണ്ട് ബുദ്ധന്. അങ്കുലീമാലൻ എന്ന പേര് തന്നെ അർത്ഥമാക്കുന്നത് ആളുകളെ കൊന്നിട്ട് അവരുടെ വിരലുകൾ മുറിച്ചെടുക്കും, എന്നിട്ട് ആ വിരലുകൾ കോർത്ത് മാലയാക്കും. അത് ഉണങ്ങിപ്പോകുന്നത് വരെ ആ മാലയിട്ട് നടക്കും. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അടുത്തയാളെ കൊല്ലും, അയാളുടെ വിരലുകൾ മുറിച്ചെടുത്ത് മാലയാക്കും. ഇതാണ് അങ്കുലീമാലന്റെ പതിവ്. അങ്ങനെ അടുത്ത വിരൽ മുറിച്ചെടുത്ത് മാലയാക്കാൻ വേണ്ടി വന്നതാണ് ബുദ്ധന്റെ അരികിലേക്ക്. ശാന്തനായി നിലാവ് പോലെ പുഞ്ചിരിച്ച് മഹാഗുരു അങ്കുലീമാലനോട് പറഞ്ഞു, ശാന്തമാവുക, നിന്റെ ഉള്ളത്തിലേക്ക് നോക്കുക, നീ നിന്നെ തിരിച്ചറിയുക, നിന്റെ ഉള്ളിൽ ഒരു രത്നമുണ്ട്. അങ്കുലീമാലൻ മഹാഗുരുവിന്റെ പാദങ്ങളിൽ നമസ്കരിച്ച് ശിഷ്യനായി തീർന്നു എന്നാണ് കഥ. കള്ളന്റെ കയ്യിൽ പൊന്നു കൊടുത്ത മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് പറയാറുണ്ട്. മുഹീദ്ദീൻ ഷെയ്ഖ് പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ ഉമ്മ സ്വർണം കൊടുത്തു ചെലവിനായി. ആ സ്വർണം കുപ്പായത്തിനുള്ളിൽ തുന്നിവെച്ചു. ഒരു കച്ചവട സംഘത്തിന്റെ കൂടെ യാത്ര പോവുകയാണ്, പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഗുരുവിന്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് കൊള്ളസംഘം പിടികൂടിയത്. എല്ലാവരെയും തപ്പി പലരും പലതും പറഞ്ഞ് രക്ഷപ്പെട്ടു. ഈ കുട്ടിയുടെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിച്ചു. കുട്ടി പറഞ്ഞു, എൻ്റെ കയ്യിൽ സ്വർണ്ണമുണ്ട്. എവിടെയാ ഉള്ളത്? കുപ്പായത്തിന്റെ ഉള്ളിലാണുള്ളത്. കുപ്പായത്തിന്റെ ഉള്ളിൽ സ്വർണ്ണമെങ്കിൽ നിനക്ക് സ്വർണ്ണമില്ലെന്ന് ഒന്നുമില്ലെന്ന് പറഞ്ഞൂടെ? ഓ, കള്ളം പറയാൻ പറ്റില്ല. അപ്പൊ നീ ആരാണ്? ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ്. കള്ളന്റെ മനസ്സ് മാറി. കള്ളൻ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ശിഷ്യനായി തീർന്നു. ആ കുട്ടിയുടെ കൂടെ പിന്നീട് മുഹീദ്ദീൻ എന്ന് പറയുന്ന, അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന മഹാജ്ഞാനിയെ ശുശ്രൂഷിച്ച് തന്റെ ജീവിതം കഴിച്ചു എന്നാണ് ചരിത്രം. ഞാൻ പറയുന്നത്, എങ്ങനെയാണ് നാം തോറ്റുകൊടുക്കേണ്ടത് എന്നാണ് ആലോചിക്കേണ്ടത്. എങ്ങനെയാണ് നാം തോറ്റുകൊടുക്കുക? എങ്ങനെയാണ് നമുക്ക് കീഴടങ്ങാൻ സാധിക്കുക? ഭാര്യയോട്, മക്കളോട്, ഭർത്താവിനോട് ഞാൻ ശരി, ഞാൻ ശരി, ഞാൻ ശരി എന്ന് പറയുന്നതിന് പകരം നീ ശരി, നീ ശരി എന്ന് പറയാൻ പഠിപ്പിക്കുന്ന ഒരു അധ്യാപനത്തിന്റെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെയാണ് മറ്റുള്ളവരുടെ ശരിയെ അംഗീകരിക്കാൻ. അത് ശരിയല്ലെന്ന് അറിഞ്ഞിട്ട് പോലും, അതാണ് അത് ശരിയല്ലെന്ന് അറിഞ്ഞിട്ട് പോലും അബൂ സുഫിയാൻ ശരിയല്ലെന്ന് മുഹമ്മദ് നബിക്ക് അറിയാം. അവർ ചെയ്യുന്നത് അന്യായമാണെന്നറിയാം. പക്ഷേ അവിടെ പോലും അപരനെ ജയിപ്പിക്കാനുള്ള സാധ്യതയാണ് മുഹമ്മദ് നബി തേടിയത്. ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ കൂടെയുള്ളവരുടെ എല്ലാവരുടെയും അതൃപ്തി,
ആ അതൃപ്തി നേടിയിട്ടും പ്രവാചകൻ അവരോട് പറഞ്ഞു, സാരമില്ല, തൽക്കാലം ക്ഷമിക്കുക നിങ്ങൾ, ക്ഷമ നമുക്ക് ഗുണം ചെയ്യും. ആ ഗുണം പിന്നീട് ലോകം അനുഭവിച്ചു. ഇന്ന് നമ്മളൊക്കെ മുഹമ്മദ് നബിയെക്കുറിച്ച് പറയുന്നത്, ഇന്ന് നമ്മളൊക്കെ മുഹമ്മദ് നബിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഹുദൈബിയ സന്ധിയുടെ കൂടി ഫലമായിട്ടാണ് എന്ന് നമ്മൾ അറിയണം. സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്തേക്കുള്ള ഒരു നീക്കിവെപ്പാണ് കീഴടങ്ങലിലൂടെ സംഭവിക്കുന്നത്. നിങ്ങൾ ഒരു പ്രാവശ്യം തോറ്റുകൊടുക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വീണ്ടെടുക്കുന്നത് നിങ്ങളുടെ ജീവിതമായിരിക്കും. ഒരു പ്രാവശ്യം നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ തലമുറകൾക്കുള്ള ഒരു കാത്തുവെപ്പായിരിക്കും വീണ്ടെടുക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ജയിക്കണമെന്ന വാശിയോടെ അപരനെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ ഭർത്താവിനെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെയും അവരുടെയും ജീവിതമായിരിക്കും. തോറ്റുകൊടുക്കാനാണ് വലിയ പഠനം ആവശ്യമായിട്ടുള്ളത്, ജയിക്കാനല്ല. തോറ്റുകൊടുത്ത് നമ്മെയും ലോകത്തെയും ജയിപ്പിക്കുന്നവരാണ് ഗുരുക്കന്മാർ. അതാണ് ഹുദൈബിയ സന്ധിയിലൂടെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ കൗനൈൻ محبوب رب المشرقين والمغربين خاتم الأنبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وابن الذبيحين سيدنا محمد بن عبد الله بن عبد المطلب صلى الله عليه وعلى آله وصحبه الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ്. ഒരു പ്രവാചക വചനം ഇങ്ങനെയാണ്: ലൈസ ശദീദുല്ലദീ ബിസ്റാ വലാകിന്ന ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. അപരനെ അടിച്ചമർത്തുന്നവനല്ല ശക്തൻ, മറിച്ച് തൻ്റെ വൈകാരികമായ ഭാവഭേദങ്ങളിൽ തന്നെ അമർച്ച ചെയ്യാനുള്ള ഉൾക്കരുത്ത് നേടുന്നവനാണ് ശക്തൻ എന്ന് പ്രവാചകൻ പറഞ്ഞു. നമ്മുടെ ഈഗോയെ സ്പർശിക്കുന്ന ഘട്ടങ്ങളിൽ നമുക്കുണ്ടാകുന്ന പൊട്ടിത്തെറികളുണ്ടല്ലോ, ആ പൊട്ടിത്തെറികളിൽ നാം സംയമനം പാലിച്ച് പ്രശാന്തരായി നമ്മെ പ്രകോപിപ്പിച്ചവർക്ക് പരമാവധി വിട്ടുകൊടുക്കാനും അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് തോറ്റുകൊടുക്കാനും തയ്യാറാവുക എന്നുള്ളതാണ് ആത്മബലം എന്ന് പറയുന്നത്. ആ ആത്മബലത്തിൻ്റെ വിജയമാണ് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതേതൊക്കെ ഘട്ടങ്ങളിൽ അവർക്ക് പൊരുതി നിൽക്കാമായിരുന്നു, പക്ഷേ ആ ഘട്ടങ്ങളിലെല്ലാം അവർ തോറ്റുകൊടുത്ത് ലോകത്തിൻ്റെ നെറുകയിൽ കയറി നിന്നവർ ആണ് ചരിത്രം രചിച്ചിട്ടുള്ളവരെല്ലാം. ഈ പാഠമാണ് ഹുദൈബിയയിൽ നമ്മൾ പഠിക്കേണ്ടത്. ഈ പാഠം സാമൂഹികമായ ഒരു പാഠം മാത്രമല്ല, വൈയക്തികമായ ഒരു പാഠം കൂടിയാണ് എന്ന് നമ്മൾ അറിയണം. ഏതേതൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവിടങ്ങളിലൊക്കെ സ്വയം നഷ്ടപ്പെടാൻ അനുവദിക്കാതെ ഉൾക്കരുത്തോടെ നിലകൊള്ളാൻ സാധിക്കുക എന്നുള്ളതാണ്. ജൈന മഹാവീരൻ്റെ ഒരു കഥയുണ്ട്. അതിൽ അദ്ദേഹത്തെ ഒരു സർപ്പം അദ്ദേഹത്തെ കൊത്തുന്നുണ്ട്. സർപ്പം കൊത്തി മാറിപ്പോയപ്പോൾ ഈ സർപ്പത്തെ പിടിച്ച് അദ്ദേഹം ശുശ്രൂഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്ന് വെച്ചാൽ ഈ പറയുന്നതൊക്കെ കഥകളാണ് കേട്ടോ. നമ്മൾ നാളെ സർപ്പത്തെ പിടിച്ച് ശുശ്രൂഷിക്കണം എന്നല്ല പറയുന്നത്. പക്ഷേ സർപ്പം എന്ന് പറയുന്നത് അവിടെ ശത്രുവാണ്. മുഹമ്മദ് നബിക്ക് ഈയിടെ കഴുത്തിലേക്ക് വാള് വെച്ചിട്ട് നിന്നെ ആര് രക്ഷിക്കുമെന്ന് ചോദിച്ച ഒരു ശത്രുവിൻ്റെ കഥയുണ്ട്. ഇതാണ് സർപ്പം എന്ന് പറയുന്നത്. മുഹമ്മദ് നബി പറഞ്ഞു അള്ളാഹു രക്ഷിക്കും. അപ്പോൾ ഈ വാള് താഴെ വീണപ്പോൾ പ്രവാചകൻ എടുത്തിട്ട് ഇയാളുടെ കഴുത്തിൽ വെച്ചിട്ട് ചോദിച്ചു, ഇപ്പം നിന്നെ ആര് രക്ഷിക്കും, നിങ്ങളല്ലാതെ മറ്റാര് രക്ഷിക്കാൻ എന്നായിരുന്നു തിരിച്ചുള്ള മറുപടി. ഇതാണ് ഇവിടെ സർപ്പം എന്ന് പറയുന്നത്. നമ്മളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരു സർപ്പമുണ്ട്, നമ്മളെ കടിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മെ കൊത്തിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ ഉള്ളിലേക്ക് വിഷം കയറ്റിക്കൊണ്ടിരിക്കുന്നത് പുറമേ നിന്നുള്ള സർപ്പമല്ലെന്നും നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള സർപ്പമാണെന്നുമുള്ള തിരിച്ചറിവാണ് മഹാവീരൻ നൽകുന്നത്. ആ സർപ്പത്തോട് നിന്റെ ഉള്ളിലാണ് വിഷമുള്ളത് എന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. ഇവിടെ നാം നമ്മെ തന്നെ ഹുദൈബിയ സന്ധിയിലേക്ക് നയിക്കണം.
നമ്മുടെ ജീവിതാവസ്ഥകളെ ഓരോരുത്തരും അവരവരുടെ ഒരു കുരുക്ഷേത്ര യുദ്ധഭൂമി സ്വയം പണിയുന്നുണ്ട്, ഒരു ബദർ സ്വയം പണിയുന്നുണ്ട്. അവിടെ ഹുദൈബിയ സന്ധിയിലായിരിക്കാനും എന്നിട്ട് തോറ്റുകൊടുക്കാനും തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതം വിമോചനത്തിലേക്കുള്ള പാതയിലേക്ക് കയറുന്നു എന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെടും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഉദ്ഹിയ്യത്തിൻ്റെ കാര്യം നമ്മൾ ഒന്നുകൂടി പറയുകയാണ്. ഉദ്ഹിയ്യത്ത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വലിയ വിജയമായി നാം നടപ്പിലാക്കിയിട്ടുണ്ട്. ബലി എന്നാൽ അറവല്ലെന്നും രക്തബലിയല്ലെന്നും മറിച്ച് അതിന് രക്തമില്ലാത്ത, ഹിംസാത്മകമല്ലാത്ത ഒരു മാർഗമുണ്ടെന്നും നാം തെളിയിച്ചു കൊടുത്ത കഴിഞ്ഞ 5 വർഷങ്ങളിലെ ശ്രമങ്ങൾ ഈ വർഷവും തുടരുന്നുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പലരും അത് മാതൃകയാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വലിയ മൗലവിയുടെ, ഒരു സംഘടനാ നേതാവിൻ്റെ പ്രഭാഷണം കേട്ടു. നിങ്ങളുടെ അയൽപക്കത്ത് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ബലിയാകാം, അങ്ങനെയും ഉദ്ഹിയ്യത്താകാം എന്നുള്ള ഒരു തലത്തിലേക്കൊക്കെ ഇത്തരം ആളുകളുടെ ടോണുകൾ മാറുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് കേൾക്കാനും കാണാനും കഴിയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ഈ പരിപാടി നിർത്തും. അങ്ങനെയാണ് നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത് തയ്യിബ് സറാഹും വജഅലിൽ ജന്നത മഅവാഹും റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وآخر الدعاء الحمد لله.